ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഫാറ്റ് ബൈക്ക് പരിചയപ്പെടാം. അതായത് പേര് പറയുന്ന പോലെ തന്നെ തടിയൻ ബൈക്ക്. ഈ ഒരു ബൈക്ക് റോഡ് ബൈക്കാണ്. മോളിൽ കാണുന്ന ബൈക്കാണ് ഫാറ്റ് ബൈക്ക്. ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോഡ് ബൈക്കോ ഹൈബ്രിഡ് സൈക്കിളോ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ടയറിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഇതിൻ്റെ 28C ആണ്. നമ്മൾ ഏറ്റവും ചെറിയ റോഡ് ബൈക്കിൻ്റെ എന്ന് പറയുന്നത് 25C ആണ്. അപ്പോൾ അതായത് വളരെ ചെറിയ വീതിയുള്ള ടയറാണ്. നമുക്ക് സൈക്കിൾ ചവിട്ടാൻ എളുപ്പമാണ്. ഫാറ്റ് ബൈക്കിലേക്ക് വരുന്തോറും അതിൻ്റെ ടയറിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറിൻ്റെ ടയറിനേക്കാളും വീതിയായിരിക്കും. നമ്മൾ ഈ ഒരു ബൈക്ക് റോട്ടിൽ കൂടെ ചവിട്ടിട്ട് നടക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും, നല്ല അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ലോങ് ടൈം യൂസിന് ഫാറ്റ് ബൈക്ക് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റ് ബൈക്കിൻ്റെ ടയറിന് വീതി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ഫ്ലോട്ടിങ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ കാറിൻ്റെ ട്യൂബ് എടുത്തിട്ട് അതിന് എയർ അടിച്ചിട്ട് ഈ ട്യൂബിൻ്റെ മുകളിൽ കിടന്ന് കുളിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫാറ്റ് ബൈക്ക് ഒരു മഞ്ഞത്തോ ചെളിയിലോ അല്ലെങ്കിൽ മണലിലൊക്കെ പോയി ചവിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ടയർ ഈ മഞ്ഞിൽ അല്ലെങ്കിൽ ചെളിയിൽ അല്ലെങ്കിൽ ഈ മണലിൽ താണു പോവാതെ നമുക്ക് ചവിട്ടി മുന്നോട്ട് പോകാൻ പറ്റും. റോഡ് ബൈക്കോ ഹൈബ്രിഡ് സൈക്കിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് മഞ്ഞിലേക്ക് ഇത് താണു പോകും. നമ്മുടെ നാട്ടിൽ മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ബീച്ചിൽ കൊണ്ടുപോയി ചവിട്ടാൻ പറ്റും ഫാറ്റ് ബൈക്ക്. പിന്നെ ഏത് ടെറയിലും ചവിട്ടാൻ പറ്റും. പക്ഷേ ഈ ഒരു സൈക്കിൾ മേടിച്ച് ചവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. മഞ്ഞത്ത് ഉണ്ടെങ്കിലും ഓക്കെ, നമ്മുടെ നാട്ടിൽ മഞ്ഞില്ലല്ലോ. സോ ഈ ഒരു ബൈക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ടെറൈനിൽ പോയി സൈക്കിൾ ചവിട്ടണമെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിന് അനുയോജ്യമായിട്ടുള്ളതൊരു മൗണ്ടൻ ബൈക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മൗണ്ടൻ ബൈക്ക് നോക്കാം, നിങ്ങൾക്ക് ഏത് ടെറൈനിൽ പോയി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചവിട്ടിൻ്റെ നടക്കാൻ എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സൈക്കിൾ അല്ലെങ്കിൽ റോഡ് ബൈക്കാണ്. റോഡ് ബൈക്കോ ഹൈബ്രിഡ് സൈക്കിളും മൗണ്ടൻ ബൈക്കും നിങ്ങൾ ചവിട്ടി നോക്കിയ ശേഷം നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ബൈക്കായിട്ട് മേടിക്കുന്നതായിരിക്കും ഫാറ്റ് ബൈക്ക് നല്ലത്. ഫാറ്റ് ബൈക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേ. ഫാറ്റ് ബൈക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ കുറേ കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം.